Kavita Gold and Diamonds. Choose your special. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയവർ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാനക്കാരാണെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ആരാണിവർ എന്നതിലേക്ക് എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ഉണ്ട്. ഗുഡ് മോർണിംഗ് സാനു. ഗുഡ് മോർണിംഗ് അതുല്യ. സാനു, ഇപ്പോൾ ഈ കളമശ്ശേരി കോളേജിലെ ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ തന്നെ ഈ 2 കിലോ കഞ്ചാവ് അവിടേക്ക് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ കഞ്ചാവ് എത്തിച്ചതിലെ മുഖ്യ പ്രതിയുമായിട്ടുള്ള അനുരാജ് അടക്കമുള്ളവർ പിടിയിലായി. എങ്കിൽ പോലും ഇപ്പോഴും ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ 2 കിലോ കഞ്ചാവ് ലഭിച്ചത്, ഇതിന്റെ സ്രോതസ് എവിടെയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും കാരിയേഴ്സിനെയും അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നവരെയും മാത്രമാണ് പിടിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അടിവേരറുക്കാതെ ഇത്ര വലിയൊരു മഹാവിപത്തിന് എന്തായാലും തടയിടാൻ സാധിക്കില്ല എന്നിരിക്കെ ഈ സ്രോതസ് കണ്ടുപിടിക്കുന്നതിലുള്ള കാലതാമസം ഒരു പ്രധാന പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും അതുല്യ, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിലെ വിദ്യാർത്ഥികളെയും അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളെയും മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് നിൽക്കുന്ന വലിയൊരു ശൃംഖലയുണ്ട്. അവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ വിദ്യാർത്ഥികൾക്ക് കോളേജിലേക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയത്. ഈ എത്തിച്ച് നൽകിയ ഇതര സംസ്ഥാനക്കാരിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അവരെവിടുന്നാണ് വന്നത്, അവർ സ്ഥിരമായിട്ട് ഇവിടെ കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും പോലീസിന് അന്വേഷണം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും തങ്ങളുടെ അന്വേഷണം നടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസ് നൽകുന്നത്. അതേപോലെ തന്നെ ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്ക് കഞ്ചാവ് എത്തിച്ച അതേ ആളുകൾ തന്നെ കൊച്ചിയിലെ മറ്റ് കേന്ദ്രങ്ങളിലും മറ്റ് കോളേജുകളിലും സ്കൂളുകളിലും അടക്കം കഞ്ചാവ് എത്തിച്ചു എന്നുള്ളൊരു നിർണായക വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ടെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ കോളേജിലാണ് ഇവരെ എത്തിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ലിസ്റ്റ് കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് കൊച്ചി സിറ്റി പോലീസ് തയ്യാറെടുക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികളിലേക്കുള്ള ദൂരം അധികമില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇത്തരത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുക. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുള്ള ആ ഒരു സംഘത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. 3 പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ കോളേജിലെ 2 വിദ്യാർത്ഥികളുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതേപോലെ ആകാശും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊല്ലം സ്വദേശി അടക്കമുള്ളവരാണ് ഈ കോളേജിലേക്ക് പതിവായിട്ട് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 2 കിലോ കഞ്ചാവാണ് കോളേജിനുള്ളിൽ നിന്ന് പിടിച്ചെടുത്തത്. അഭിരാജ് 4 കിലോ കഞ്ചാവാണ് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് വാങ്ങിയതെന്നുള്ളൊരു മൊഴിയാണ് പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. എന്നാൽ ഈ 2 കിലോ കഞ്ചാവ് മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. കാണാമറയത്തുള്ള 2 കിലോ കഞ്ചാവിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും കളമശ്ശേരി പോലീസിന്റെയും അതേപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നാലെ കൊച്ചി നഗരത്തിലെമ്പാടും പോലീസിന്റെ വലിയൊരു പരിശോധന നടക്കുന്നുണ്ട്. മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ 4 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു. അതേപോലെ തന്നെ കൊച്ചി നഗരത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് 14 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. അത് ഡാൻസ് ഓഫിന്റെ ഒരു മിന്നൽ പരിശോധനയിലാണ് കണ്ടെത്തിയത്. അതായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് നഗരത്തിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു രാസലഹരിയും അതേപോലെ തന്നെ കഞ്ചാവും അടക്കം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും കളമശ്ശേരിയിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മറ്റ് കോളേജുകളിലേക്ക് അടക്കമുള്ള ഒരു നിരീക്ഷണവും അതേപോലെ തെരച്ചിലുകളും അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കഞ്ചാവ് എത്തിച്ചവരെയും അതേപോലെ അത് ഉപയോഗിച്ചവരെയും അത് വിതരണം ചെയ്തവരെ അടക്കം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ളൊരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും നിലവിൽ പോലീസിന്റെ കയ്യിൽ ഇത് കോളേജിൽ എത്തിച്ചതും കോളേജിൽ ഉപയോഗിച്ചവരും കോളേജിൽ വിതരണം ചെയ്തവരും മാത്രമേ പോലീസിന്റെ കൈവശമുള്ളൂ. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു കണ്ണിയുണ്ട്. ആ കണ്ണികളിലേക്കുള്ള ഒരു അന്വേഷണം ഇതുവരെ ഊർജിതമായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല.
പോലീസ് നൽകുന്ന ഒരു വിവരം എന്ന് വെച്ചാൽ അസാമിൽ നിന്നും അതേപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നടക്കമാണ് കേരളത്തിലേക്ക് സാധാരണ നിലയിൽ കഞ്ചാവ് എത്തുന്നത്. ബോൾ രൂപത്തിലാക്കിയിട്ടുള്ള കഞ്ചാവ് കേരളത്തിലേക്ക് ട്രെയിൻ വഴിയാണ്, ട്രെയിൻ മാർഗമാണ് എത്തിക്കാറുള്ളത്. കേരളത്തിൽ അത് ചില ഇടനിലക്കാരുടെ കയ്യിൽ എത്തിയതിനു ശേഷമാണ് ചില്ലറ വിൽപ്പന നടക്കുന്നത്. അത്തരം ചില്ലറ വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നാണോ ഇവർ വാങ്ങിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തണം. ആ ചില്ലറ വിൽപ്പനക്കാരെ പിടികൂടിയാലേ ഉള്ളൂ അത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിൽപ്പനക്കാരിലേക്ക് എത്താൻ സാധിക്കുമുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു നിർണായകമായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ കോളേജിനുള്ളിൽ നിന്ന് നിരവധി മദ്യക്കുപ്പികൾ അടക്കം കണ്ടെത്തിയിരുന്നു. കഞ്ചാവിന് പുറമെ കോളേജ് വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗിച്ചോ എന്നുള്ള കാര്യവും MDMA അടക്കമുള്ള ലഹരികൾ ഉപയോഗിച്ചോ എന്നൊരു കാര്യത്തിലും പോലീസിന്റെ അന്വേഷണമുണ്ട്. അതിന് പ്രതികളെ ഇപ്പോൾ നിലവിലെ അറസ്റ്റിലായി റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭിക്കുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ്. ആകാശിനായിട്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ആകാശിനെയും അതേപോലെ അഭിരാജിനെയും പിടികൂടിയ 2 പൂർവ്വ വിദ്യാർത്ഥികളെ അടക്കം വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അതുല്യ. ശരി സാനു, എന്തായാലും കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ലഹരിക്കും അതുപോലെ തന്നെ കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്ന സമയത്ത് കൃത്യമായി അതിൻ്റെ സ്രോതസ് കണ്ടുപിടിച്ച് മുളയിൽ തന്നെ നുള്ളുക എന്നുള്ളതാണ് ഒരു പോംവഴി. എന്തായാലും നിലവിൽ കൊച്ചി കളമശ്ശേരിയിലെ കേസിൽ പോലീസ് ഇപ്പോഴും ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സാനു കെ സജീവാണ്. ഒരിടവേള.